योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ലോകത്തിൽ മുഴുവനും, ലോകമെന്ന് വെച്ചാൽ വ്യവഹാരം, വ്യവഹാരത്തിൽ മുഴുവനും നമ്മളുടെ കോണ്ടാക്ട്സ് ഒക്കെ തന്നെ അസത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. പുറമേ നിന്നും ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന വിഷയങ്ങളൊക്കെ തന്നെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജനനം, മരണം, വ്യാധി, പണം, പ്രസിദ്ധി, സുഖഭോഗങ്ങള്, നല്ല ആള്, ചീത്ത ആള്, ഞാൻ, നീ, അവൻ, ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് വ്യവഹാരം എന്ന് പറയുന്നത് അല്ലേ. ഇതല്ലാതെ നമുക്ക് വർത്തമാനം പറയാനോ പരസ്പരം കൂടിച്ചേരുമ്പോ ഈ കാര്യങ്ങളല്ലാതെ വല്ലതുണ്ടോ? ഇഷ്ടപ്പെട്ടവര്, ഇഷ്ടപ്പെടാത്തവര്, നല്ല ആള്, ചീത്ത ആള്, ഞാൻ, നീ, അവൻ, ഇതൊക്കെയാണ് വികല്പം എന്ന് പറയുന്നത്. വികല്പം, വികല്പം എന്ന് വെച്ചാൽ അസത് എന്നർത്ഥം, ഡിസ്റ്റർബൻസ് എന്നർത്ഥം. നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡിസ്റ്റർബൻസ്, ഇക്വിലിബ്രിയം ഇല്ലാത്ത സ്ഥിതി എന്നർത്ഥം. വികല്പം. ഞാനാണ്, നീയാണ്, അവനാണ്. വ്യവഹാരം മുഴുവനും ഈ മൂന്നും വരും. നോക്കിക്കൊള്ളുക. എന്നെക്കുറിച്ചൊരു ഡെഫിനേഷൻ ഉണ്ടാവും, നിങ്ങളെക്കുറിച്ചൊരു ഡെഫിനേഷൻ ഉണ്ടാവും, ഞാൻ കാണാത്ത വേറെ ഒരാളെ കുറിച്ച് ഡെഫിനേഷൻ. ഈ മൂന്നുമാണ് മൈൻഡ് എന്ന് പറയുന്നത്. മനസ്സെന്ന് പറയുന്നത് തന്നെ ഞാൻ, നീ, അവൻ. അതിൽ ഞാൻ എന്നുള്ളതാണ് ഏറ്റവും മുഖ്യം. അതിന് ഉത്തമ പുരുഷൻ എന്നാണ് വ്യാകരണക്കാർ പറഞ്ഞത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ഉത്തമ പുരുഷൻ എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ഉത്തമ പുരുഷന്മാരാണ് അല്ലേ. അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര മഹാഭാവികളാണെങ്കിലും എന്നെ ഇങ്ങനെ പറഞ്ഞുവല്ലോ, ഞാൻ ഏറ്റവും നല്ല ആളാണ്. ആട്ടെ, അപ്പോ വ്യവഹാരം മുഴുവനും ഇതിനെ ഇളക്കിവിടുന്നതാണ്. നിങ്ങൾ കുറച്ചൊക്കെ മെഡിറ്റേഷൻ ചെയ്താലും ധ്യാനം ചെയ്ത് എന്തോ നിശ്ചലമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ നമ്മൾ അല്ലേ. സത്സംഗത്തില് അല്ലെങ്കിൽ നിശബ്ദമായിട്ടിരിക്കുമ്പോ അമ്മിക്കൊഴുവിക്ക് കാറ്റ് പിടിച്ച പോലെ അനങ്ങാതിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് പുറത്തു പോയാൽ ഞാൻ, നീ, അവൻ. രാഗം, ദ്വേഷം, കർത്തൃത്വം, ഭോക്തൃത്വം, ഇഷ്ടപ്പെട്ടത്, ഇഷ്ടപ്പെടാത്തത്, ജനനം, മരണം, വ്യാധി, ചതിച്ചു, ഞാൻ പറഞ്ഞത് കേട്ടില്ല, എനിക്ക് തരേണ്ടത് തന്നില്ല, എന്റെ പോയി, എനിക്കെപ്പോ കിട്ടുമോ ആവോ, എന്റെ സ്ഥാനം എന്താവും, എന്റെ ഫ്യൂച്ചർ എന്താണ്. നോക്കൂ, ഇതിനാണ് വികല്പം എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ ലൈഫിൽ ഇതൊക്കെ ഇല്ലാതെ പറ്റുമോ എന്ന് നിങ്ങളൊരു ചോദ്യം ചോദിക്കാം. പ്രാക്ടിക്കൽ ലൈഫിൽ ഇരുന്നോട്ടെ, നിങ്ങൾ വീണു, വേദനിച്ചു, കാര്യങ്ങളൊക്കെ. പുറമേക്ക് ഇതൊക്കെ ഫാക്റ്റായിട്ട് ഇരിക്കുമ്പോഴും ഉള്ളില് ഇതിന്റെ ആവശ്യം ഉണ്ടോ ഇല്ല എന്നാണ് ഋഷികളുടെ വെർഷൻ, യോഗികളുടെ അഭിപ്രായം. ഉള്ളിൽ ഇതിന്റെ ആവശ്യമില്ല എന്നാണ്. ഉള്ളിൽ ഇതില്ലാതെ തന്നെ പുറമേക്ക് ഇതൊക്കെ സാധിക്കാം, പ്രവൃത്തികളൊക്കെ നടക്കാം. വലിയ വലിയ പ്രവൃത്തികളൊക്കെ നേച്ചറിൽ നടക്കുന്നത് ഇതൊന്നും ഇല്ലാതെയാണ്. അതിന് ഉദാഹരണം യഥാ വായുഹു യഥാ അഭ്രം എന്നൊക്കെയാണ് ശ്രുതി പറയണത്. ആ കാറ്റ് ചെയ്യാത്ത പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്യണത്? മേഘങ്ങൾ ചെയ്യാത്ത പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്യണത്?
ഒരു സുനാമിക്ക് ചെയ്യുന്ന അത്ര വലിയൊരു പ്രവൃത്തി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അവരൊക്കെ തന്നെ ഞാൻ, നീ, അവൻ ഒന്നുമില്ലാതെയാണ് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ പ്രവർത്തിക്കും ഈ ഞാൻ, നീ, അവൻ എന്നുള്ള വികല്പത്തിന് സംബന്ധമല്ല. എന്റെ അധികം അനാലിസിസിന് അതിലേക്ക് പോണ്ട. ഇപ്പൊ പറയണത് നമുക്ക് ശാന്തി വേണം. ശാന്തി എന്ന് വെച്ചാൽ അതിൽ ഈ വികല്പങ്ങളില്ലാത്ത സ്ഥിതിയാണ്. അതാണ് നമ്മള് നിർവികൽപ്പം എന്നൊക്കെ മഹാത്മാക്കൾ പറയണത്. നിർവികൽപ്പം എന്ന് വെച്ചാൽ ശാന്തി എന്നർത്ഥം. സിമ്പിൾ ഡെഫിനേഷൻ, ഒരുപാടൊന്നും പോണ്ട. ശാന്തി ശാന്തി എന്ന് വെച്ചാൽ ചിത്തവൃത്തികൾ ഉണ്ടാവാം. രാവിലെ എണീറ്റാൽ ഇവിടെ സത്സംഗത്തിന് പോകണം തോന്നി, അതിനൊക്കെ ഉപയോഗിക്കുമെന്നല്ലാതെ പ്രബലമായ ഡിവിഷൻ ഉണ്ടാക്കുന്ന, നമ്മളെ ഇളക്കിമറിക്കുന്ന, പ്രമാധി എന്ന് ഭഗവാൻ ഗീതയിൽ പറയണ്ടല്ലോ, ഇളക്കിമറിക്കുന്നതായ ഒന്നും ഉണ്ടാവണില്ലെങ്കിൽ അതിന് നിർവികൽപ്പം എന്ന് പേര്. അത് അവിടെ ആത്മാ പ്രകാശിക്കണു എന്നർത്ഥമാണ്. പ്രബലമായി ഡിസ്റ്റർബൻസ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ അത്രയും മാത്രം ചെയ്താൽ മതി. നിങ്ങൾ എന്ത് സാധന ചെയ്യുന്നു, നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞ പോലെ ദർശനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോ, അതൊന്നും മുഖ്യമല്ല. നിങ്ങളുടെ ദൈനംദിന ജീവിതം, വ്യവഹാര ജീവിതത്തില് സൂക്ഷിച്ചുകൊള്ളുക. എന്തിനെ വേണമെങ്കിൽ നഷ്ടപ്പെടുത്താം, എത്ര കോടി രൂപ വേണമെങ്കിൽ നഷ്ടപ്പെടുത്താം, ശാന്തി മാത്രം നഷ്ടപ്പെടുത്തി കളയരുത്. ഏറ്റവും വിലപിടിച്ച രത്നമാണത്. അതിനെ കാരണം ശാന്തി എന്ന് പറയണത് ആത്മാവാണ്. ആത്മാവെന്ന് പറയണത് ഒരു സാധനമല്ല, അത് ശാന്തിയാണ്. ശാന്തോയമാത്മാ. ശാന്തി ആത്മാവിന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ സുലഭമാണ്. ഇപ്പൊ പറയുന്നു, നിങ്ങൾ കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ ആ ശാന്തി ഉണ്ടാവും. ശാന്തി ആത്മാവിന്റെ സ്വരൂപമാണ്. സുഖം അല്ല, എക്സൈറ്റ്മെന്റ് അല്ല, എക്സ്റ്റസി അല്ല, ട്രാൻസ് അല്ല, വളരെ സാധാരണമായ മനസ്സിന്റെ സമ്പർക്കമില്ലാത്തതായ ശാന്തി, സമാധാനം, സന്തോഷം, തൃപ്തി നിറഞ്ഞിരിക്കും. നിറവ്, അതിനെയാണ് നിർവികൽപ്പം എന്ന് പറയണത്. അത് വരുമ്പോ അറിഞ്ഞുകൊള്ളുക, എല്ലാവർക്കും വരും. ഏറ്റവും വലിയ ദുഷ്ടന് പോലും ചിലപ്പോ ജീവിതത്തിന്റെ ഏറ്റവും സന്ദിഗ്ധമായ ഘട്ടങ്ങളിൽ അത്യധികം വിഷമിച്ചിരിക്കുന്നതിന് നടുക്കായിരിക്കും ചിലപ്പോൾ ഇതങ്ങോട്ട് ആവിർഭവിക്കുക കുറച്ചു നേരത്തേക്ക്. പക്ഷെ അത് നേച്ചേഴ്സ് ഗിഫ്റ്റാണ്, ഭഗവാന്റെ ഒരു സമ്മാനം പോലെ, പ്രസാദമാണത്. പ്രസാദം എന്ന് തന്നെയാണ് അതിന് ഗീതയിൽ വാക്ക്. പ്രസാദമാണ്. സുഷുപ്തി പോലെ നമ്മൾ നേടിയെടുത്താൽ യോഗം എന്ന് പേര്. അതായിട്ട് വരുമ്പോ പ്രസാദമാണത്. നമുക്ക് അത് വരുമ്പോ അറിഞ്ഞുകൊള്ളണം. ഇതാണ് ഏറ്റവും വിലപിടിച്ചത്. ഏറ്റവും വിലപിടിച്ചത് ഈ പണവും വീടും ആരോഗ്യം പോലുമല്ല. ആരോഗ്യം പോലുമല്ല. ആരോഗ്യമൊന്നും ഇല്ലാതെ പോലും ഈ ശാന്തിയോടെ ഇരിക്കുന്ന ആളുകൾ തൃപ്തിയായിട്ടിരിക്കും. ചിലർക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, ഒരു സമാധാനമില്ല. ശരീരത്തിന് നല്ല ഹെൽത്തൊക്കെ ഉണ്ട്, സാധാരണ സമാധാനം ഇല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കും. കാരണം ആ അസമാധാനം അനുഭവിക്കണമല്ലോ. കുറെ ആള് അങ്ങനൊരു വൈചിത്ര്യമുണ്ട്. ഈ ഭ്രാന്തൊക്കെ പിടിച്ച് പല കുഴപ്പങ്ങളൊക്കെ ആയിട്ട്
അവര് നോക്കണവർ തന്നെ വിചാരിക്കും ഇവര് ചത്തുപോയാൽ വേണ്ടില്ല എന്ന് വിചാരിക്കും. നല്ല ആരോഗ്യമായിട്ടിരിക്കും. എന്താന്ന് വെച്ചാൽ ആ വിഷമമൊക്കെ അനുഭവിച്ചു തീർക്കാനുള്ള പ്രാരബ്ധം ഉണ്ടല്ലോ. എത്ര വയസ്സായാലും മരിക്കില്ല. ചില രാഷ്ട്രീയക്കാരൊക്കെ കണ്ടില്ലേ, എത്ര വയസ്സായി എന്തൊക്കെയായി, അവരുടെ ജന്മത്തിൽ തന്നെ ടോട്ടൽ കോൺട്രഡിക്ഷൻസ് ആണ്. എന്നിട്ടും മരിക്കൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ഇതൊക്കെ അനുഭവിച്ച് തീർക്കാനുണ്ടേ. ചിലരൊക്കെ ചോദിക്കും ഇവർക്കൊക്കെ ഒരു സൂക്കേടൊന്നും വരണില്ലല്ലോ. അവരുടെ ജീവിതം തന്നെ ഒരു സൂക്കേടാണ്. ഇനി സ്പെഷ്യൽ സൂക്കേടൊന്നും അവർക്ക് ആവശ്യമില്ല. അവരുടെ ജീവിതം തന്നെ ഒരു മഹാരോഗമാണ്. അവർക്ക് ചികിത്സിക്കാനുള്ള ഭ്രാന്താശുപത്രിയൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടേ ഇല്ല. അവർക്ക് ചികിത്സിക്കാനുള്ള മരുന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടേ ഇല്ല. പഴയകാലത്ത് സഞ്ജയ് എന്ന് പറയും. സഞ്ജയന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിമർശകനും വളരെ ഒരു യോഗിയുടെ ദർശനമുള്ള ഒരു വിമർശകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറയും ഈ എന്തു സൂക്കേടിനും മരുന്നുണ്ട്. ഈ ജയ് വിളിക്കുമ്പോ ഹരം പിടിക്കുന്ന ആളുകളുടെ സൂക്കേടിന് മാത്രം മരുന്നില്ല എന്നാണ്. ഈ ജയ് വിളിക്കുമ്പോ ഹരം പിടിക്കുന്നവന് ആരംഭത്തിൽ തന്നെ ചികിത്സിക്കണം. അതിന് അദ്ദേഹം വിധിച്ചിട്ടുള്ളത് നായ്ക്കൊർണ പൊടി പൃഷ്ഠത്ത് തേച്ചിട്ട് ഇരിക്കാൻ സമ്മതിക്കാൻ പാടില്ല. ചൂരൽ കൊട്ടെണ്ണ ഇട്ട് മുക്കിയെടുത്ത് ഉണക്കിയിട്ട് ദിവസം രാവിലെ 10, ഉച്ചയ്ക്ക് 10, വൈകുന്നേരം 10 വെച്ച് പിടയ്ക്കണത്ര. എന്നാ ഒരുപക്ഷെ മാറിയിക്കാം. അപ്പോ അതൊക്കെ ഒരു സൂക്കേടാണ്. പക്ഷേ അതൊക്കെ വികല്പമാണെന്നാണ്, ഡിസ്റ്റർബൻസ് ആണ്. ഡിസ്റ്റർബൻസ് ആണ്. പുറമേ നിന്ന് സംയോഗജന്യമായിട്ട് വരുന്നതൊക്കെ ഡിസ്റ്റർബൻസ് ആണ്. വികല്പമാണ്. നിർവികല്പം എന്ന് പറഞ്ഞാലോ ആത്മാവിന്റെ സ്വസ്വരൂപമാണ്. അതിന് മനസ്സ് പോലും വേണ്ട. അത് മനസ്സിന്റെ ഒന്നുമല്ല, മൈൻഡ് കൊണ്ടുള്ളതൊന്നുമല്ല, സഹജമാണ്. നമ്മളാണ്, നമ്മളുടെ സത്തയാണ് നിർവികല്പം എന്ന് പറയുന്നത്. നമ്മളുടെ എക്സിസ്റ്റൻസ്, സ്വയം പ്രകാശം. അതെങ്ങനെ കിട്ടും? ഇപ്പൊ പറയണ്ടല്ലോ, കേൾക്കുമ്പോ നിങ്ങൾക്ക് പ്രകാശിച്ചാൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെ മാത്രമേ കിട്ടുള്ളൂ. സാധന കൊണ്ടൊന്നും കിട്ടില്ല. അത് ഒന്നിലിപ്പോ പറഞ്ഞത് കേൾക്കണം, ഇല്ലെങ്കിൽ എവിടെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ശ്രവണം സാധിക്കും. ചിലപ്പോൾ നിങ്ങൾ തന്നെ ഉള്ളിൽ ശ്രവിച്ച് ഏതെങ്കിലും ഒരു മൊമെന്റില് പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാവും. നമ്മള് സ്വപ്രകാശമായ വസ്തുവിനെ സ്വപ്രകാശമായ വസ്തുവിന്റെ ശക്തി കൊണ്ട് തന്നെ സ്വപ്രകാശമായിട്ട് അറിയും. അപ്പോ അതിന് ആദിയന്തമൊന്നുമില്ലാത്തത് കൊണ്ട്, ആ അനുഭവം മൈൻഡിനെ ആശ്രയിക്കാത്തത് കൊണ്ട് മനസ്സിന്റെ സത്വഗുണമോ രജോ ഗുണമോ തമോ ഗുണമോ ഒന്നും അതിനെ മറക്കില്ല. അതിന് ആവരണമില്ല. നിരാവരണ ദൃഷ്ടി എന്നാണ് ഗൗഡപാദാചാര്യർ പറയുന്നത്. ആവരണം നീങ്ങിപ്പോയി. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെ ജ്ഞാനികളുടെ അനുഭവത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വിഷയമാണ്. അതിന് സാധന എന്താ? നിർവികൽപ്പയോഗം സാധനയാണ്. അപ്പപ്പോ നമ്മളിതിനെ കേൾക്കണു, ചെറിയ ചെറിയ ഗ്ലിംസസ് ഉണ്ടാവണം. അതിനെ ആ ഒരു ഗ്ലിംസ് ഉണ്ടാവുന്നതാണ് സത്സംഗം എന്ന് പറയണത്. അതിനെ വീണ്ടും വീണ്ടും ഓർത്ത് 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 ദൈനംദിന ജീവിതത്തിൽ, അതിനാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ എപ്പോഴെങ്കിലും ഒരു ഉത്സവം പോലെ ഒരു ദിവസം, ഒരാഴ്ച, ഒരു സ്പെഷ്യൽ ഡേ, ഏകാദശി ദ്വാദശി അല്ല. ദൈനംദിന ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഉത്തമമായ അധ്യാത്മ ജീവിതത്തിലേക്ക് വന്നാൽ നമുക്ക് ദിവസങ്ങൾ, ഈ തിഥികൾ, ഇതൊക്കെ തന്നെ നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. എന്ത് നല്ല ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് പൗർണമി, ഏകാദശി,
ഇത് നവമി, ഇത് ജന്മാഷ്ടമി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യണം തന്നെ, മനസ്സിനെ ഉപയോഗിക്കണം. അന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ. നമുക്ക് എല്ലാ ദിവസവും ദിവ്യമാണ്. നിത്യോത്സവം ഭവത്തേഷാം നിത്യശ്രീഹി നിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതനോ ഹരിഹി. ഒരു പ്രത്യേക ദിവസം ഹനുമാൻ പറഞ്ഞതായിട്ട് ഒരു ചൊല്ലുണ്ട്. എനിക്ക് രാവെന്താണ്, പകലെന്താണ്, തിഥി എന്താണ്, ആഴ്ച എന്താണ് ഒന്നും അറിയില്ല. എനിക്ക് എല്ലാ ആഴ്ചയും എല്ലാ തിഥിയും എല്ലാ രാവും എല്ലാ പകലും രാമനാണെന്ന്. നമ്മൾക്ക് സാധാരണ ലെവലിൽ ഇതൊക്കെ ഒരു ഉപകാരമായിരിക്കും. ഏകാദശി, ദ്വാദശി, പൗർണമി ഒക്കെ നമ്മളൊരു ചെറിയ ചെറിയ സാധനകൾ ചെയ്യുമല്ലോ. ലോകത്തിൽ തന്നെ പെട്ടുകിടക്കുന്നവർക്ക് ഒന്ന് വിഡ്രോ ചെയ്ത് വരാൻ എന്തെങ്കിലുമൊക്കെ നല്ല ദിവസങ്ങളൊക്കെ വേണമല്ലോ, ആശ്രയിച്ച് വേണമല്ലോ നമ്മളെ ശുദ്ധമാക്കാൻ. അതുകൊണ്ടാണ് ഇത്തരം തിഥികളും ഒക്കെ നമുക്ക് ഋഷികൾ വച്ചിരിക്കുന്നത്. പക്ഷെ അതിനേക്കാളും ഒക്കെ പ്രധാനം എന്തെങ്കിലും ഒരു ഏകാദശി ദിവസം ഉപവസിച്ചു, അത് കഴിഞ്ഞാൽ ദ്വാദശി ആവുമ്പോ ഇല്ലം മുടിഞ്ഞു എന്നുള്ള നില വരാൻ പാടില്ല. വളരെ നല്ലതാണ് അതൊക്കെ, ആ വ്രതചര്യകളൊക്കെ. പക്ഷെ അതുമാത്രം നമുക്ക് പോരാ. ദൈനംദിനം നിത്യാനുഷ്ഠാനം എന്ന് പറയല്ലോ, ദിവസമുള്ള അനുഷ്ഠാനം വളരെ പ്രധാനമാണ്. ബാക്കിയുള്ള സമയത്തൊക്കെ തോന്നിയ പോലെ ഇരിക്കാമെന്ന് ആവരുത് എന്നർത്ഥം. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ഏകാദശി ഇപ്പൊ വിട്ടുകളയാന്ന് പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ പൗർണമിക്ക് എന്തെങ്കിലും പ്രത്യേക പൂജ ഉണ്ടെങ്കിൽ അത് വിടാമെന്നല്ല. ദിവസവും നമുക്കാവോ നിത്യം ഭഗവത് സ്മരണ ഉണ്ടാവണം, നിത്യവും നമുക്ക് ദിവ്യമാവണം. ഏതെങ്കിലും ഒരു ദിവസം മാത്രം പോരാന്നർത്ഥം. ദൈനംദിന ജീവിതമാണ് പ്രധാനം. ദൈനംദിന ജീവിതമാണ് നമുക്ക് ദുഃഖത്തിനെ കൊടുക്കുന്നത്. സംസാരം എന്ന് പറയുന്നതും ഡെയിലി ലൈഫാണ്. നമുക്ക് നിത്യജീവിതത്തിനെ ഭഗവത് സമർപ്പണമാക്കി കഴിഞ്ഞാൽ മനസ്സ് പ്രവർത്തിക്കില്ല. നമ്മുടെ മനസ്സിന്റെ മുഖ്യമായ വൃത്തികൾ എന്താണ്? രാവിലെ എണീറ്റ് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, അതില്ല. നമുക്ക് ഒരേ കാര്യമേ ഉള്ളൂ. പശ്യൻ, ശൃണ്വൻ, സ്പൃശൻ, ജിഗ്രൻ, അശ്നൻ, ഗച്ഛൻ, സ്വപൻ, ശ്വസൻ, പ്രലപൻ, വിസൃജൻ, ഗൃണ്ണൻ, ഉന്മിഷൻ, നിമിഷൻ അപി. ഭഗവാൻ ഗീതയിൽ പറയുന്ന വാക്കുകളാണ്. മെഡിറ്റേഷൻ റൂമിൽ ഇരിക്കുമ്പോ ധ്യാനിക്കണമെന്നല്ല. പശ്യൻ, ശൃണ്വൻ, സ്പൃശൻ, ജിഗ്രൻ, അശ്നൻ, ഗച്ഛൻ, സ്വപൻ, ശ്വസൻ. കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഊണ് കഴിച്ചുകൊണ്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടും ബാത്റൂമിൽ പോയിക്കൊണ്ടും വിസർജനം ചെയ്തുകൊണ്ടും ഉറങ്ങിക്കൊണ്ടും ഉണർന്നുകൊണ്ടും ഇങ്ങനെയൊക്കെ എല്ലാം, അതായത് നമ്മളുടെ സാധാരണ വ്യവഹാരങ്ങളൊക്കെ ശരീരം ചെയ്യുമ്പോൾ ഈ ക്രിയകൾ എന്ന് പറയും, ഈ ക്രിയകളൊക്കെ ചെയ്യുമ്പോഴും അതിൽ അഭിമാനവൃത്തിയുടെ വികല്പം ഉണ്ടാവാതിരിക്കാമെങ്കിൽ, എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി നാച്ചുറൽ ടു യു, വളരെ നാച്ചുറലായി ആ ശാന്തി എന്നർത്ഥം. ധ്യാനിക്കുമ്പോൾ ശാന്തിയല്ല, ധ്യാനിക്കുന്നത് അതിനു വേണ്ടിയാണ്. പക്ഷെ ധ്യാനിക്കുമ്പോൾ മാത്രം ആ ശാന്തി, അത് കഴിഞ്ഞാൽ ഡിസ്റ്റർബ്ഡ് ആയി എന്നുള്ളതില്ലാതെ ആ ശാന്തി ഇറങ്ങി വന്ന് വ്യവഹാരമണ്ഡലത്തിനെ മുഴുവൻ നനയ്ക്കണം. എല്ലാത്തിന്റെ നടുവിലും അചലം. വാസിഷ്ഠത്തിൽ പറയണു, മരണം നടക്കുമ്പോ, യുദ്ധം നടക്കുമ്പോ, ഉത്സവ പറമ്പില് എല്ലായിടത്തും ശാന്തി എന്നാണ്. തുഷാരകര ബിംബാച്ഛം മനോയസ്യ നിരാകുലം മരണോത്സവയുദ്ധേഷു സ ശാന്ത ഇതി കഥ്യത്തെ. ഇത് നമ്മള് കഴിയുന്നതും സാധന ചെയ്യേണ്ട ഒരു കാര്യം ആണ്. നമ്മൾ ഓഫീസിലിരിക്കുമ്പോ, ട്രെയിനിൽ പോകുമ്പോ, ബസ്സിൽ പോകുമ്പോ ഇടയ്ക്കിടയ്ക്ക് വിഡ്രോ ചെയ്ത് ഉള്ളിലൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കും. ആ സ്പേസിലേക്ക് പിന്തിരിഞ്ഞുകൊണ്ടേയിരിക്കണം. ആ നിശ്ചലതയിലേക്ക് വന്ന് 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 പഴകണം. ഒരു പൂജാറൂം അമ്പലത്തിൽ മാത്രമല്ല, ഇവിടുന്ന് പോകുന്നു. ഇപ്പൊ നിങ്ങൾ ബസ്സിൽ കയറി അല്ലെങ്കിൽ ഈ തിരക്കിന്റെ ഇടയിൽ നടന്നു പോകുമ്പോ അചലം മഹാപുരുഷന്മാരുടെ അടുത്ത് നമുക്കത് കാണാം. എല്ലാ തിരക്കിന്റെ നടുവിലും
ബഹളത്തിന് നടുവിലും അവർ പ്രവൃത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവർ ഹൃദയത്തിൽ എവിടെയോ ലയിച്ച് നിഷ്ഠമായിട്ടിരിക്കും. അതാണ് ജീവൻ മുക്ത ലക്ഷണം എന്ന് പറയുന്നത്. ബഹി പിച്ഛാഗ്രതരളാഹ അന്തർമേരുരിവസ്ഥിതാഹ എന്ന്. പുറമേക്ക് ഒരു മയിൽപീലി കാറ്റിലെടുത്തിട്ടാൽ എങ്ങനെ ചലിക്കുമോ അതുപോലെയൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴും അന്തർമേരുരിവസ്ഥിതാഹ, ഉള്ളില് മേരുപർവ്വതം പോലെ നിൽക്കണമെന്നാണ്. നല്ല ശരത്കാല പൂർണ്ണചന്ദ്രനെ പോലെ ഒരു കുളിർമ, ശീതളത. അതിന് നിത്യനിരന്തര ധ്യാനം, ഭഗവത് സ്മരണം, ആത്മധ്യാനം വേണം. ആ ഒന്നിനെ കണ്ടെത്തിയാൽ അത് അന്വേതി, എല്ലാത്തിനു പുറകിലും അതുണ്ട് എന്ന് കാണാം. അതിനെ കണ്ടാലേ പറ്റുള്ളൂ. സ്വർണത്തിനെ കണ്ടാൽ സ്വർണം തന്നെയാണ് വള, മാല, മോതിരം, കിരീടം എന്ന് അറിയണ പോലെ ഈ സത്തിനെ അഥവാ ചിത്തിനെ അറിഞ്ഞാൽ വ്യവഹാരത്തിൽ നമുക്കൊരാസ്പദമായി നമ്മളുടെ അനുഭവമണ്ഡലത്തിൽ ശ്രദ്ധിച്ച് ശ്രവിക്കുക. നമ്മളുടെ പ്ലെയിൻ ഓഫ് എക്സ്പീരിയൻസിൽ നിങ്ങളിപ്പോ എന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് പുറകിൽ, നിങ്ങളുടെ ദൃഷ്ടിക്ക് പുറകില് നിങ്ങളുടെ തന്മയില്, ഞാൻ ഈ വാക്കൊക്കെ പറയുമ്പോഴും നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കണം. എന്നെ നോക്കിയിട്ട് പോരാ, എന്നെ നോക്കിക്കോളൂ. നോക്കുമ്പോ നോക്കുന്ന ആളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, സാധിക്കുമെങ്കിൽ. അതാണ് ആത്മകൃപ എന്ന് പറയണത്. നിങ്ങളില്, നിങ്ങളുടെ ബോധത്തില്, നമ്മളുടെ ഇരുപ്പില്, അസ്തിത്വത്തില് അവിടെ എന്തുണ്ടോ ആ സത്ത, ചിത് സ്വരൂപം, അത് പരിണാമമില്ലാത്തതാണ്. ശരീരം ആദിയിലില്ല, അവസാനത്തിലുമില്ല, അല്ലേ? നിസർഗദത്ത മഹാരാജന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്നെ ധ്യാനിക്കണം, എന്നെ ധ്യാനിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഏത് രൂപമാണ് ധ്യാനിക്കേണ്ടതെന്ന് ചോദിച്ചു. അയാൾ കണ്ണാടി പോയി നോക്കിയിട്ടുണ്ടാവും. അപ്പോ അദ്ദേഹം പറഞ്ഞു, നീ ജനിക്കുന്നതിന് 10 മാസം മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ധ്യാനിക്കുന്നു. നിന്റെ അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഐഡിയ ഉണ്ടാവോ? വാസ്തവത്തിൽ നോക്കൂ, നമുക്ക് തന്നെ നമ്മളുടെ ഫോം റിയൽ അല്ലല്ലോ. ഞാൻ നിങ്ങളെ നോക്കണമെങ്കിൽ നിങ്ങളുടെ രൂപം വേണം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ രൂപം ചിന്തിക്കാൻ പറ്റുമോ? പിന്നെന്താ അനുഭവത്തില്? നമ്മളുടെ അടുത്ത് തന്നെ ചോദിക്കാത്ത ഒരു ചോദ്യമാണത്. നമ്മളുടെ ഫോം നമ്മളുടെ എക്സിസ്റ്റൻസിൽ ഇല്ല എന്നുള്ള ഒരു റിയാലിറ്റി വി ഹാവ് നെവർ പെയ്ഡ് അറ്റൻഷൻ ടു. നമ്മളുടെ അനുഭവമണ്ഡലത്തിൽ രൂപമില്ല. പിന്നെ എന്തുണ്ട്? അനുഭവമാണുള്ളത്. ഈ അനുഭവത്തിനെ, സച്ചിദ് വസ്തുവിനെ സർവമംഗളം എന്ന് പറയണം, ഭദ്രം. ഇതിനെക്കുറിച്ച് ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ, ഭാഗവതത്തിൽ പറയണത് ഇതാണ് ഏറ്റവും സുഭദ്രമായ ശ്രവണം എന്നാണ്. കാരണം നശ്വരമല്ലാത്തതാണല്ലോ മംഗളം. ഇത് മാത്രമേ ഉള്ളൂ നശ്വരമല്ലാത്തത്. ശരീരത്തിന് ആദ്യമുണ്ട്, അവസാനമുണ്ട്. ആദൗ അന്തേജ നാസ്തി വർത്തമാനേപി തത്തഥ എന്നുള്ളതൊരു ലോജിക്കാണ്. എന്നുവെച്ചാൽ ആദിയിൽ യാതൊന്നും ഇല്ലയോ, അവസാനം യാതൊന്നും ഇല്ലാതാവാൻ പോണോ, അത് നടുവിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും വാസ്തവമല്ല എന്നാണ്.
നമ്മളുടെ ശരീരം ആദിയിലില്ല, അവസാനം ഇല്ലാതാവാൻ പോണു. അപ്പൊ നടുവിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും അത് വാസ്തവമല്ല. കയറിൽ പാമ്പ് മുമ്പില്ല, ലൈറ്റ് അടിച്ചു നോക്കിയ ശേഷവും ഇല്ല. നടുവിലുണ്ടോ? നടുവിലും ഇല്ല. അപ്പൊ കാണപ്പെടുന്നു അല്ലേ? അതാണ് ഇന്ന് വൈകുന്നേരം നമ്മൾ ഭാഗവതത്തിൽ കാണാൻ പോണ വിഷയം അതാണ്. അപ്പോ ശരീരാദികള് നമുക്ക് ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ ഡിസ്റ്റർബൻസ്. ഇപ്പൊ ടി വി നോക്കുമ്പോ, സിനിമ കാണുമ്പോ, സിനിമയില് ഭയങ്കരമായ സീനൊക്കെ കണ്ടാൽ നമ്മൾ വിഷമിക്കണില്ലേ? അപ്പൊ നമുക്ക് വിഷമം, ഭയം, കാമകോപങ്ങളൊക്കെ ഉണ്ടാവാൻ അത് ഉണ്ടാവണമെന്നൊന്നുമില്ല. വാസ്തവത്തിൽ അവിടെ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കാമവും ക്രോധവും ലോഭവും മോഹവും ഒക്കെ വരില്ലേ അത് കണ്ടിട്ട്? അതുപോലെ തന്നെ അസന്തോപി യച്ഛന്തി ആമൃത്യുതോ ഭയം. ഇല്ലാത്തതാണെങ്കിലും അത് ഇല്ലാതാവണ വരെ പേടിപ്പിച്ചും കൊണ്ടും വിഷമിപ്പിച്ചുകൊണ്ടും വികാരം ഉണ്ടാക്കിക്കൊണ്ടും ഒക്കെ ഇരിക്കും. അതൊക്കെ ഉണ്ടാക്കണമെന്നുള്ളതുകൊണ്ട് അത് ഉണ്ടെന്ന് അർത്ഥമല്ല. ആട്ടെ, അപ്പോ നമ്മൾക്ക് ധ്യാനയോഗ്യം, ധ്യാന ആസ്പദമായ വസ്തു നമ്മളുടെ ഉള്ളിൽ നിത്യസന്നിധിയായിട്ടുണ്ട്, നിത്യസാന്നിധ്യമുണ്ട്. അതിന്റെ നമ്മളുടെ തന്നെ അസ്തിത്വമായിട്ട്, കോൺഷ്യസ്നെസ് ആയിട്ട്, ബോധമായിട്ട്, നമ്മളുടെ തന്നെ ഇരുപ്പായിട്ട്. അതിനെയാണ് ഇവിടെ പറഞ്ഞത്. നേരം വെളിച്ചായി ഉറങ്ങി എഴുന്നേറ്റ ഉടനെ, അലേർട്ട്നെസ് വന്ന ഉടനെ പ്രാതസ്മരാമി, എഴുന്നേറ്റ ഉടനെ ഞാനിതാ ഇതിനെ അനുസന്ധാനം ചെയ്യുന്നു. എന്താ? ഹൃദി സംസ്ഫുരദാത്മതത്വം. ഹൃദി എന്ന് വെച്ചാൽ ഈ അഹം അഹം എന്ന അനുഭവം എവിടെ ഉണ്ടാവണോ ആ സെന്ററാണ് ഹൃദയം. നമുക്ക് പുറമേക്ക് ഒരു ഉപാധി സ്ഥാനം കാണിച്ചു ഇതെവിടെ എന്നൊക്കെ പറഞ്ഞു. അതിപ്പോ നമ്മളിവിടെ സത്സംഗത്തിൽ വന്നപ്പോ നമുക്ക് ആത്മവിചാരം ചെയ്യാൻ ആനുകൂല്യം സിദ്ധിച്ച പോലെ ഈ ശരീരത്തിലൊരു സ്പേസ് ആണെന്ന് വെച്ചോളൂ. അത് ഹൃദി സംസ്ഫുരത് ആത്മതത്വം. സച്ചിത് സുഖം. സത്ത് ചിത്ത് സുഖം. സത്ത് എന്ന് വെച്ചാൽ എപ്പോഴും ഉള്ളത്, ചിത്ത് എന്ന് വെച്ചാൽ പ്രകാശിക്കണത്, സുഖം എന്ന് വെച്ചാൽ പ്രിയം. ഈ മൂന്ന് ലക്ഷണവും ആത്മാവിന്റെ സ്വരൂപ ലക്ഷണമാണ്. ഉണ്ട് എന്നുള്ളത് സ്വതന്ത്രമായി കോൺഷ്യസ്നെസ്സിന് മാത്രമേ ഉള്ളൂ, ബോധത്തിന് മാത്രമേ ഉള്ളൂ. ശരീരാദികളൊന്നും സ്വതന്ത്രമായി താനുണ്ട് എന്ന് പറയണേയില്ല. ഉണ്ട് എന്നുള്ള അനുഭവം തന്നെ ഞാൻ എന്നുള്ളതാണ്. അത് പ്രകാശിക്കണു. ചിത് എന്നുവെച്ചാൽ അത് സ്വയം പ്രകാശിക്കുക മാത്രമല്ല ബാക്കിയുള്ളതൊക്കെ ഉള്ളതായിട്ടത് തോന്നിപ്പിക്കണം. ചിത്താണത്. സുഖം എന്ന് വെച്ചാൽ പ്രിയം. നോക്കൂ, നമ്മളുടെ ലൈഫ് മുഴുവനും നമ്മൾ ഈ ആത്മപ്രിയത്തിനെ കൊണ്ട് നടക്കുന്നുണ്ട്. നിഷേധിക്കാനേ പറ്റില്ല. ഞങ്ങൾക്ക് അതിനോട് പ്രിയമാണ്, ഇതിനോട് പ്രിയമാണ്, അയാളോടാണ് പ്രിയം, ഇയാളോടാണ് പ്രിയം, ഭഗവാനോടാണ് പ്രിയം എന്നൊക്കെ പറയും. സൂക്ഷ്മമായി ചോദിച്ചാൽ അറിയാം എനിക്ക് എന്നോട് തന്നെയാണ് പ്രിയം. കാരണം പ്രിയം ഇതിന്റെ സ്വരൂപമാണ്. ലോകത്തിലെ മറ്റുള്ളതിനോടൊക്കെ പ്രിയം എന്ന് നമ്മൾ പറയണത് വെറുതെ കള്ളമാണ്. എനിക്ക് ഗുരുവായൂരപ്പനോടാണ് പ്രിയം, ഗോശ്രീപുരേശ്വരനോടാണ് പ്രിയം എന്നൊക്കെ നമ്മൾ പറയും. അതെന്തുകൊണ്ടാ? ഇപ്പൊ ഗുരുവായൂരപ്പനോട് എന്തുകൊണ്ടാ പ്രിയം? അത് പിന്നെ മലയാളിയായ അങ്ങനെ ഇല്ലാതിരിക്കോ? അപ്പോ ഞാൻ മലയാളിയാണെന്നുള്ളതിനാണ് ആദ്യം പ്രാധാന്യം. പിന്നെ ഗുരുവായൂരപ്പനോട് പ്രിയം അല്ലേ? നമ്മൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഗോശ്രീപുരേശ്വരനോടാണ് പ്രിയം. നോക്കിയാൽ ഒക്കെ നമ്മളുടെ റിഫ്ലക്ഷനാണ്. ആ ഭഗവാനോട് പ്രിയം വരാൻ കാരണം, പുറമേക്കുള്ള ഭഗവാൻ ആ രൂപത്തിൽ പ്രിയം വരാൻ കാരണം, ആ പ്രിയം നമ്മളുടെ ഉള്ളിലുള്ള പ്രിയത്തിനെ ഭഗവാൻ പുറത്തൊരു കണ്ണാടി പോലെ കാണിച്ചു തരണു.
പ്രിയം ആത്മാവിന്റെ സ്വരൂപമാണ്. തസ്യ പ്രിയമേവ ശിരഃ. ശ്രുതി പറയണത് പ്രിയം അതിന്റെ ശിരസ്സാണെന്നാണ്. അതിനെ ആസ്വദിച്ചോളാം, നോക്കിക്കൊള്ളാം, ധ്യാനിക്കുക, വിചാരം ചെയ്യാന്നൊക്കെ പറയുന്നത് ഇതാണ്. വിചാരം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ധ്യാനത്തിനെ നിങ്ങൾ കണ്ടെത്തുകയാണ്. നിങ്ങൾ ധ്യാനിക്കുകയല്ല ചെയ്യുന്നത്. there is an uninterrupted meditation. ധ്യായതീവ ലേലായതീവ. ആചാര്യസ്വാമി ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിക്കുന്ന ഒരു ശ്രുതിവാക്യമാണത്. മരങ്ങളും ആകാശവും ഒക്കെ ധ്യാനം ചെയ്യണമെന്നാണ്. നമ്മളുടെ ഉള്ളിലൊരു ധ്യാനമുണ്ട്. എന്താ ധ്യാനം? ധ്യാനം എന്ന് വെച്ചാൽ അനുസ്യൂതമുള്ള ഒരു അനുഭവം, പ്രിയം. എല്ലാവരുടെ ഉള്ളിലുമുണ്ട് എന്തിനോടെങ്കിലുമൊക്കെ പ്രിയം. ബിൻ ലാദനെ കൊന്നു എന്ന് പറഞ്ഞ് അമേരിക്കക്കാർ സന്തോഷിക്കണു. അദ്ദേഹമാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് വേറെ ഒരു വശത്ത് കുറെ ആളുകൾ ഇരിക്കുന്നത്. അവരുടെ ഇടയിൽ അദ്ദേഹത്തിനോട് പ്രിയമാണ്. അദ്ദേഹത്തിനോ എന്റെ മതത്തിനോട്, ഇസ്ലാമിനോട് പ്രിയമാണ്. അതൊക്കെ എന്തുകൊണ്ടാ? ഞാനതിൽ ജനിച്ചത് കൊണ്ട് അല്ലേ? നോക്കൂ, പ്രിയമില്ലാത്ത ആളുകളേ ഇല്ല. ദുഷ്ടൻ ഹിരണ്യകശിപുവിനും പ്രിയമുണ്ട്, എല്ലാവർക്കും പ്രിയമുണ്ട്. പക്ഷെ പ്രിയത്തിന്റെ സ്വരൂപം ഭഗവാനാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അത് തന്നെ ആത്മാവാണെന്ന്, നിത്യവസ്തു, നിത്യപ്രിയേ. ഗോപസ്ത്രീകൾ പറയുന്നു കൃഷ്ണനോട്, ഏ കൃഷ്ണ, നീ നിത്യപ്രിയനാണ്, നീ ആത്മാവാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പുറം വസ്തുക്കളോടൊക്കെ ആരെങ്കിലുമൊക്കെ പ്രിയം വയ്ക്കുമോ എന്നാണ്. അതിനെ അറിഞ്ഞു കഴിയുമ്പോ the emotional love ceases to exist. അപ്പൊ നമുക്ക് വിഷമം തോന്നും, ഓ അത് വേണ്ടെന്നാണ്. നിങ്ങള് സ്വയമേവ നിങ്ങൾ പഞ്ചസാര ആവാൻ ആശിക്കണില്ല, ഉറുമ്പായിട്ടാവാൻ ആശിക്കണമെന്ന് ചിലർ പറയും. ഉറുമ്പായിട്ടിരിക്കുന്നതിൽ സുഖമൊന്നുമില്ല. നിങ്ങൾ സ്വയം പഞ്ചസാരയായിട്ട് ഉറുമ്പിനെ തിന്നാൻ അനുവദിക്കുകയാണ്. അതിലൊരു സുഖമുണ്ട്. നിങ്ങൾ സ്വയം തന്നെ മധുരമായിട്ട് തീരുകയാണ്. നിങ്ങൾ സ്വയം തന്നെ, നിങ്ങൾ മധുരമാണ്. മാധുര്യം ആത്മാവിന്റെ സ്വരൂപമാണ്. അതാണ് സത് ചിത് സുഖം എന്ന് പറഞ്ഞത്. അതിനെ അറിയുന്നവരെ നമ്മളുടെ പ്രിയം പുറത്തുണ്ടാവും. പുറത്തുണ്ടെങ്കിൽ ദുഃഖിപ്പിക്കും. ഏറ്റവും നല്ല വസ്തു പോലും ഏറ്റവും അധികം നിങ്ങളെ വിഷമിപ്പിക്കും. നിങ്ങൾ ഈ ശാസ്ത്രം നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം അത്യധികം വിഷമത്തിൽ ചാടും. നശിച്ചു പോകുന്ന വസ്തുവിന്റെ അടുത്ത് പ്രിയം വെച്ചാൽ, നിത്യവും നിങ്ങൾക്കില്ല, ഉപലബ്ധിയിലില്ലാത്ത വസ്തുവിന്റെ അടുത്ത് പ്രിയം വെച്ചാൽ, നിയമാണതൊക്കെ. നശിച്ചു പോകുന്ന വസ്തുവിനോട് പ്രിയം വെച്ചാൽ, നിങ്ങൾക്ക് എപ്പോഴും ഉപലബ്ധമല്ലാത്ത വസ്തുവിനോട് പ്രിയം വെച്ചാൽ, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. പ്രിയം ആത്മാവിന്റെ സ്വരൂപമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തു എല്ലായിടത്തും ഉണ്ടെന്ന് അപ്പൊ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് അനുഭവത്തിൽ വരുമ്പോ നമുക്ക് പ്രിയത്തിന് കുറവേ ഉണ്ടാവില്ല. എടുത്താ തീരാത്ത പ്രിയം ഉണ്ടാവും, സുഖമുണ്ട്, ശാന്തി. അപ്പൊ നമുക്ക് ധർമ്മം ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ധർമ്മമാണ് സ്നേഹം എന്ന് പറയണത്. അല്ലാതെ ഇഷ്ടപ്പെട്ടു, നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെയോ എടുത്തു തരണു. അങ്ങനെയുള്ള ആളുകളെ വളരെ സൂക്ഷിക്കണം. വ്യവഹാര നിയമം ഒന്ന് കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങളുടെ അടുത്ത് ഒരാൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അയാൾ നിങ്ങൾക്ക് സേവ ചെയ്യണു, നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരണു. എന്താ കാര്യം? നിങ്ങളെ വളരെ ഇഷ്ടപ്പെട്ടു. എപ്പോഴയാൾ കടിക്കുക എന്നറിയില്ല. കാരണം ഈ ഇഷ്ടപ്പെടുന്ന മനസ്സ് തന്നെ വെറുക്കും. മനസ്സിന്റെ ലവ്, ഇറ്റ് ഈസ് റിവേഴ്സ് ഫോം ഓഫ് അവേർഷൻ. ഇഷ്ടപ്പെടുന്ന വസ്തുക്കളോടാണ് വെറുപ്പുണ്ടാവുന്നത്, വെറുക്കുന്ന സ്ഥലത്ത് സ്നേഹം ഉണ്ടാവും.
അത് ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. വികാരപ്പെടുന്ന ആളുകളെ വിശ്വസിക്കാൻ കൊള്ളുന്നവരല്ല. നല്ല വികാരാണെങ്കിലും എപ്പോഴാ അവരുടെ അടുത്ത് നെഗറ്റീവ് വൈബ്രേഷൻ വരിക എന്ന് പറയാൻ പറ്റില്ല. ശാന്തമായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടോ, പ്രബലമായ ഇമോഷൻസ് ഒന്നുമില്ലേ, അയാൾക്ക് ധർമ്മം ചെയ്യാൻ പറ്റും. അയാളിലൂടെ ധർമ്മം നടക്കും. അയാളെ നമുക്ക് വിശ്വസിക്കാം. അയാൾക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അയാളെ നമുക്ക് വിശ്വസിക്കാം. അതാണ് ധർമ്മം എന്ന് പറയണത്. ആട്ടെ, അപ്പോ സച്ചിത് സുഖം ആത്മാവിന്റെ സ്വരൂപമാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അതാണോ കൃഷ്ണസ്വരൂപമായിട്ട് ഭാഗവതം പറയുന്നത്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. അല്ലേ? അപ്പൊ സച്ചിദാനന്ദത്തിനെ അറിഞ്ഞാലാണ് താപത്രയ വിനാശം. സച്ചിത് സുഖം. സത് എന്ന് വെച്ചാൽ ഉണ്ട്, ചിത്ത് എന്ന് വെച്ചാൽ പ്രകാശിക്കണു എന്ന് വെച്ചാൽ സ്വയമേവ തന്റെ ഇരുപ്പിനെ അറിയിക്കുന്നു എന്നർത്ഥം. അതാണ് ചിത്ത്. സ്വയമേവ തന്റെ എക്സിസ്റ്റൻസിനെ താൻ തന്നെ അറിയിക്കുന്നതാണ് ചിത്ത്. അങ്ങനെ ഒന്നേ ഉള്ളൂ, ഞാൻ എന്നുള്ള ബോധം. അല്ലേ? അത് താൻ തന്നെ തന്റെ ഇരുപ്പിനെ പ്രകാശപ്പെടുത്തുന്നത് കൊണ്ട് സ്വയം പ്രകാശം. ഇതൊക്കെ നിങ്ങൾ ആത്മവിചാരം ചെയ്താലേ നിങ്ങൾക്കിത് ഒരു ആനന്ദത്തോടുകൂടെ കേൾക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഞാനെന്തോ പറയണ്ടെന്ന് നോക്കിയിരിക്കും. ആത്മവിചാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അഹം എന്ന അനുഭവ മണ്ഡലത്തിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ വിശേഷണമായിട്ട് തീരും. സച്ചിത് സുഖം. സുഖം അതിന്റെ സ്വരൂപാണ്. പരിപൂർണ തൃപ്തി, നിർവാണം, നിർവൃത്തി. തുരീയം, പരമഹംസഗതി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. തുരീയം, പരമഹംസഗതി എന്നുള്ളത് നമ്മൾ എടുത്താലും ഹംസം പാലും വെള്ളവും കൂടെ കലക്കി വെച്ചാൽ അതിന്ന് വെള്ളം മാത്രം, പാല് മാത്രം എടുക്കും എന്നാണ്. വെള്ളത്തിനെ സെപ്പറേറ്റ് ചെയ്യും. അതേപോലെ നമ്മളുടെ അനുഭവത്തില് ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങള്, പ്രാണൻ ഒക്കെ ഉണ്ട്. ദേഹേന്ദ്രിയ പ്രാണ മനോധിയാമ്യോ ജന്മാപ്യയക്ഷുദ്ഭയതർശകൃച്ഛ്രൈഹി. ഭാഗവതത്തിലെ ഒരു ശ്ലോകമാണ്. ആരാണ് ഉത്തമ ഭക്തൻ എന്ന് ചോദിക്കുമ്പോൾ, ഭാഗവതോത്തമൻ ആരാണെന്ന് ചോദിക്കുമ്പോ ഉത്തമ ഭക്തനെ പറയണതാണ് ദേഹ ഇന്ദ്രിയ പ്രാണ മനോധിയാമ്യോ ജന്മാപ്യയക്ഷുദ്ഭയതർശകൃച്ഛ്രൈഹി സംസാരധർമ്മൈഹി അവിമുഹ്യമാനഃ സ്മൃത്യാ ഹരേഹേ ഭാഗവത പ്രധാന. ദേഹത്തിൻ്റെതായ ക്ഷീണം, യൗവനം, ബാല്യം, കൗമാരം, പല വിഷമങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇന്ദ്രിയങ്ങളുടെ കാണുക, കേൾക്കുക, മണക്കുക, അതിന്റെ ജനനം, മരണം, വ്യാധി മുതലായിട്ടുള്ളത്, അതുപോലെ വിശപ്പ്, ദാഹം മുതലായിട്ടുള്ള പ്രാണന്റെ ധർമ്മങ്ങള്, മനസ്സിലുണ്ടാവുന്ന കാമം മുതലായ തൃഷ്ണകള്, ഇതൊക്കെ തന്നെ ഇയാളുടെ അവയർനെസ് ഓഫ് ദ സെൽഫ്, ജ്ഞാനാനുഭവത്തിനെ അല്പം പോലും കളങ്കപ്പെടുത്താതെ സ്ക്രീനിൽ സിനിമ പോലെ വന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അയാൾ നിത്യനിരന്തരം ഈ സച്ചിത് സുഖം പരമഹംസഗതിം, ആ പരമഹംസന്മാരെ പോലെ പാല് വെള്ളവും പിരിച്ചു നോക്കാനുള്ള ശക്തി അയാൾക്കുണ്ടെങ്കിൽ, നമുക്ക് അനുഭവം ഉണ്ടെങ്കിലും അനുഭവം ഇല്ലെങ്കിലും ഈ കാര്യം ഓർത്തുകൊള്ളുക, ഇങ്ങനെ ഒരു രഹസ്യവിദ്യ ഉണ്ട് എന്നാണ്. അതിനാണ്
ആത്മസാക്ഷാത്കാരം എന്ന് പറയണത്, സെൽഫ് റിയലൈസേഷൻ എന്ന് പറയണത്. എന്താണ്? സംസാരധർമ്മൈ അവിമുഹ്യമാന. സംസാരധർമ്മത്തിനെ ആർക്കും മാറ്റാൻ പറ്റില്ല. അറിഞ്ഞോളാ, സംസാരധർമ്മത്തിനെ ആർക്കും മാറ്റിമറിക്കാൻ ഒക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അത് മാറ്റാലോ, എന്തിനാ വെറുതെ വിഷമിക്കണത്? മാറ്റാൻ പറ്റില്ല. ശരീരത്തിനെ മാറ്റാൻ പറ്റില്ല, പ്രാണനെ മാറ്റാൻ പറ്റില്ല, മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ ഒന്നും മാറ്റാൻ പറ്റില്ല. അതിനൊക്കെ പല വിഷമങ്ങളുണ്ടാവും. പക്ഷെ അവിമുഹ്യമാന, അതുകൊണ്ടൊന്നും അയാൾ മോഹിപ്പിക്കപ്പെടുന്നില്ല. സദാപരോക്ഷനാണ്. സ്മൃത്യാഹരേഹേ, അയാൾക്ക് നിരന്തര ഹരി പ്രകാശിക്കുന്നു ഹൃദയത്തിൽ നിന്നാണ്. ഹരി പ്രകാശിക്കണം. ഹരി ആരാണ്? സച്ചിത് സുഖം, സച്ചിദാനന്ദരൂപ. പരമഹംസഗതിം തുരീയം. തുരീയം എന്ന് വെച്ചാൽ നാലാമത്തത് എന്നർത്ഥം. നമുക്ക് 3 അവസ്ഥകളുണ്ട്: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. അല്ലേ? ജാഗ്രത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള അവസ്ഥ. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, ഇന്ദ്രിയ പ്രവൃത്തികളോടുകൂടെ അഭിമാനത്തോടുകൂടെ ഇരിക്കുന്ന വേക്കിംഗ് സ്റ്റേറ്റ്. ഇതിനെ ജാഗ്രത് എന്ന് പറയണു. അതിനെ ആ ഒരു സ്റ്റേറ്റ് മാത്രമാണ് നമ്മൾ കണക്കെടുക്കുന്നത്. അതാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. മറ്റേ 2 അവസ്ഥകളും വേദാന്ത ശ്രവണം ചെയ്യുമ്പോഴാണ് അതിനും പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വപ്നം, പിന്നെ സുഷുപ്തി. സ്വപ്നമോ ജാഗ്രത്തിന്റെ തന്നെ ഒരു വേർഷനാണ്. സ്വപ്നത്തിൽ എന്തൊക്കെയോ കാണുന്നു, കേൾക്കുന്നു, തമ്മിൽ കണക്ഷൻ ഇല്ലാതെ. സുഷുപ്തിയോ ഒന്നുമില്ല, എല്ലാം ശമിച്ചു. ശരീരം ശമിച്ചു, മനസ്സ് ശമിച്ചു, വിശപ്പ്, ദാഹം, വ്യാധി, തൃഷ്ണ ഒക്കെ ശമിച്ചു. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയണു, പക്ഷെ സുഖമായിരുന്നു. അത് സുഷുപ്തി. ഇപ്പോ നമ്മൾ ആത്മവിചാരം ചെയ്യുമ്പോ അതിന്റെ ഒരു മെത്തേഡാണ്, ഇതൊക്കെ ബഹിരംഗ പരീക്ഷണാണ്, എങ്കിലും ഒരു പരീക്ഷണാണ് ഈ 3 സ്റ്റേറ്റിലും. ഇതിപ്പോ 3 നിങ്ങൾക്ക് അനുഭവമുള്ളതാണല്ലോ, എനിക്ക് നിങ്ങൾക്കൊക്കെ അനുഭവമുള്ളതാണ്. ഈ 3 സ്റ്റേറ്റിലും ഒരു കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, ഒരു ചേഞ്ച്ലെസ്നെസ് ഉണ്ടല്ലോ. ആ ചേഞ്ച്ലെസ് എലമെന്റിനെ അന്തർമുഖമായി ഒന്ന് സ്പർശിക്കാൻ കഴിയുമോ എന്ന് നോക്കണതാണ് നിധിധ്യാസനം എന്ന് പറയണത്. നാമമൊക്കെ ജപിക്കുമ്പോ അങ്ങനെ ഒന്ന് നോക്കാം. രാത്രി ഉറങ്ങുമ്പോ സ്വപ്നം കണ്ടു, സുഖമായി ഉറങ്ങി, എല്ലാ അവസ്ഥയിലും ഞാനുണ്ട്, എന്തോ ഒന്നുണ്ട്, ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. ജാഗ്രതയിലുള്ള എന്റെ പേഴ്സണാലിറ്റി സ്വപ്നത്തിലില്ല. സ്വപ്നത്തിൽ വേറെ എന്തൊക്കെയോ ആണ് കണ്ടത്. ഇത് രണ്ടും, ജാഗ്രതയിലും സ്വപ്നത്തിലുമുള്ള പേഴ്സണാലിറ്റി സുഷുപ്തിയിലില്ല. യത് സ്വപ്ന ജാഗര സുഷുപ്തിം അവൈതി, 3നെയും അറിയുന്ന അറിവ്, ജ്ഞപ്തി, അവബോധം, അഥവാ ഈ 3നെയും ഞാനാണല്ലോ അനുഭവിച്ചത്. ഇതൊക്കെ സാധനയാണ്. ശാന്തമായിട്ട് ഇരുന്നിട്ട് രാത്രി ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ ആലോചിക്കുക, കുറച്ചു നേരം മുമ്പ് എന്തായിരുന്നു, ഇപ്പൊ എന്താ. ഇതൊക്കെ ഈ 3 സ്റ്റേറ്റ്സും സ്ക്രീനിൽ സിനിമ പോലെ എവിടെ ആവിർഭവിക്കണത്? സുഷുപ്തി എന്ന് പറയുന്ന സ്റ്റേറ്റില് ശരീരം കൂടാതെ, മനസ്സ് കൂടാതെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നുവല്ലോ. ഇതിനൊക്കെ ആദ്യപടിയായിട്ട് ദേഹമല്ല ഞാനെന്ന് അറിയണം. ദേഹം കൂടാതെ, മനസ്സിന്റെ പ്രവൃത്തികളൊന്നും കൂടാതെ, ബുദ്ധിയുടെ പ്രവൃത്തികളൊന്നും കൂടാതെ വളരെയധികം റിപ്ലനിഷിംഗ് ആയിട്ട്, എന്നുവെച്ചാൽ
ഒരു ടോണിക് കുടിച്ച പോലെ, ഒരു സുഖം തരുന്നതായിട്ട്. എഴുന്നേൽക്കുമ്പോ തീർച്ചയായിട്ടും തിരിച്ചു പോവലാണ് പ്രധാനമെന്ന് തോന്നുന്ന രീതിയിൽ ആ ഒരു ഡീപ്പ് സ്ലീപ്പ്, സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥ. അവിടെ ഞാൻ എന്നെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷണവും അവിടെയില്ല. അല്ലേ? എന്നെക്കുറിച്ച് പറയുന്ന ഒരു വിശേഷണവും ആ സൗഷുപ്താവസ്ഥയിൽ ഇല്ല, ഡീപ്പ് സ്ലീപ്പില് ഇല്ല. അവിടെ എന്റെ വ്യക്തിത്വമില്ല, പ്രപഞ്ചമില്ല, ഞാൻ ഉപാസിക്കുന്ന മൂർത്തികളൊന്നുമില്ല, ശാസ്ത്രങ്ങളൊന്നുമില്ല. ന വേദാഹ ന യജ്ഞാഹ ന തീർത്ഥം ബ്രുവന്തി. ആചാര്യസ്വാമികൾ വളരെ ജാഗ്രതയാണ്, വളരെ വിനയത്തോടുകൂടെ ശങ്കരൻ ഞാൻ പറയണമെന്ന് വേദം പറയണു, ശ്രുതി തന്നെ പറയണു. അവിടെ ന മാതാ പിതാവാ ന ദേവാ ന ലോകാഹ ന വേദ ന യജ്ഞ ന തീർത്ഥം ബ്രുവന്തി. സുഷുപ്തൗ നിരസ്ത അതിശൂന്യാത്മകത്വാത് തദേകോവശിഷ്ട ശിവഃ കേവലോഹം. അവിടെ വേദാ വേദാ ഭവന്തി, മാതാ മാതാ ഭവതി, പിതാ പിതാ ഭവതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി വിശേഷിപ്പിച്ചതിനെ ബ്രുവന്തി എന്നുള്ള വാക്കുകൊണ്ട് നിർവാണ ദശകത്തിൽ സൂചിപ്പിച്ചു. വേദം തന്നെ പറയണു അവിടെ വേദമില്ല, അച്ഛനില്ല, അമ്മയില്ല, ബന്ധുക്കളില്ല, നമ്മളുടെ അച്ചീവ്മെന്റ്സ് ഒന്നും അങ്ങോട്ട് കൊണ്ടുപോവാൻ പറ്റില്ല. ഏറ്റവും വലിയ അറ്റൈൻമെന്റ്സ് ഒന്നും അവിടേക്ക് പ്രവേശമില്ല. ഇന്ത്യ ക്രിക്കറ്റ് മാച്ചില് വേൾഡ് കപ്പ് വാങ്ങിച്ച ആളുകൾ തുള്ളിച്ചാടി വെടിവെച്ചു പടക്കം പൊട്ടിച്ചു ഒക്കെ ചെയ്തതാണ്. ആ കളിച്ച് ചാമ്പ്യന്മാരായവർക്ക് പോലും കുറെ നേരം തുള്ളി കഴിയുമ്പോൾ കിടന്നുറങ്ങണം എന്നാണ് തോന്നണത്. കാരണം അവിടെ ഉള്ള സുഖം ഈ അറ്റൈൻമെന്റിലൊന്നുമില്ല. ഈ അച്ചീവ്മെന്റിന്റെ ഒരു ത്രില്ല് ആ സുഷുപ്തി അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന്റെ അകത്ത് ഈ ത്രില്ലൊന്നുമില്ല. അതിലാണ് ഒരു സുഖം. അത് കഴിഞ്ഞവര് ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞപ്പോ അവര് പറയണത് ഇനി സുഖമായിട്ട് ഉറങ്ങാമല്ലോ എന്നാണ്. ഇത്രയും ദിവസം ഉറക്കില്ല, ഈ ഉറക്കത്തിൽ ഇത്രയും വലിയ അച്ചീവ്മെന്റ് ഒരു ഉറക്കത്തിൽ അവസാനിക്കുന്നു. ഇത്രയും വലിയൊരു അറ്റൈൻമെന്റിന് മെനക്കിട്ടതുണ്ടല്ലോ, അത് അവസാനം ഒരു ഉറക്കത്തിൽ പരിസമാപ്യതേ, ഉറക്കേ പരിസമാപ്യതേ. അവിടെ എല്ലാം വന്ന് വിശ്രമിച്ചു, വിലയം പ്രാപിച്ചു. അപ്പോ സുഷുപ്തിയിലും സുഷുപ്തി അവസ്ഥയിലുള്ള ഒരു എലമെന്റ് which is not made of body or mind, the stuff with which body is made of or the mind is made of is not the stuff which is available in deep sleep. അല്ലേ? ഇതൊക്കെ ഇപ്പൊ ഞാൻ പറയണു, നിങ്ങള് അങ്ങനെ നിധിധ്യാസനം ചെയ്താലേ നിങ്ങളുടെ ആവുള്ളൂ. നമ്മളുടെ ആഴങ്ങളിൽ ശരീര സമ്പർക്കമില്ലാതെ, മനസ്സിന്റെ സമ്പർക്കമില്ലാതെ, സ്ഥൂലമണ്ഡലത്തിലുള്ള ഈ പേഴ്സണാലിറ്റിയുടെ യാതൊരു സ്പർശവുമില്ലാതെ ഒരു പൂർണ്ണത്വം സച്ചിത് സുഖസ്വരൂപമായിട്ടുണ്ട്. അതിനെയാണ് തുരീയം എന്ന് പറഞ്ഞത്. തുരീയം എന്ന് പറയാൻ കാരണം സുഷുപ്തി എന്നൊരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ് സ്വപ്നത്തിലും മറഞ്ഞു പോണു. ആ ജാഗ്രതത്തിൽ കാണാനില്ല. പക്ഷേ അവിടെ ഉള്ള ആ സത്ത ഉണ്ടല്ലോ, ആ സത്ത സ്വപ്നത്തിന് പുറകിലും ഉണ്ട്, ജാഗ്രതത്തിന് പുറകിലും ഉണ്ട്. എപ്പോഴും ഇപ്പൊ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അതിന് തുരീയം എന്ന് പേര്.
It is available, but you don't recognize it, that's all. ആ റെക്കഗ്നിഷനാണ് പ്രത്യഭിജ്ഞ ശ്രവണം കൊണ്ട് വരേണ്ടത്. അത് അവൈലബിൾ ആണ്, സിദ്ധമാണ്, ഉപലബ്ധം. നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ. എപ്പോഴും ഉപലബ്ധമായിട്ടുള്ള ആത്മാവാണ് ഞാൻ എന്നാണ് ഹസ്താമലകം. ഇപ്പൊ ഉണ്ടെന്നാണ് ഇവിടെ. ഇപ്പോ അത് ഉത്പാദ്യം ആപ്യം സംസ്കാര്യം വികാര്യം കർത്തൃഭോക്തൃരൂപമല്ല എന്നുവെച്ചാൽ അച്ചീവ്മെന്റ് അറ്റൈൻമെന്റ് ഒന്നുമില്ല അതില്. ക്രിയേഷൻ പ്രോഗ്രസ് റിഗ്രസ് ഒന്നുമില്ല അതില്. അത് നിത്യസിദ്ധമായ പൂർണ്ണത്വമാണ്. അത് മൈൻഡിന്റെ അല്ല, ബുദ്ധിയുടെ അല്ല, ബോഡിയുടെ അല്ല, ഇവിടെ ഉണ്ടപ്പോ. സ്വപ്നജാഗര സുഷുപ്തിമ വൈതി നിത്യം. നിത്യം എന്ന് പറഞ്ഞത് ഇപ്പൊ ഉണ്ടെന്ന് കാണിക്കാനാണ്. അപ്പൊ രാവിലെ എണീറ്റ് ധ്യാനിക്കുമ്പോ ആ ആത്മാവാണ് ഉള്ളത്. അത് പ്രകാശിക്കുക, അനുഭവിക്കുക, അത് ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് വരികയോ ഒന്നും വേണ്ട. അതിനെ സ്വീകരിക്കുകയാണ് നമ്മൾ. അതുണ്ട്, അക്സെപ്റ്റൻസ്. തദ് ബ്രഹ്മ, അത് ബ്രഹ്മമാണ്. നിഷ്കലം, അതില് കൈ, കാല്, തല, മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ മുതലായി 24 തത്വങ്ങളും 28 തത്വങ്ങളും അതിലില്ല. ഏകാദശ ഇന്ദ്രിയങ്ങളും പഞ്ചമഹാഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം മുതലായിട്ടുള്ള ഒന്നും അതിലില്ല. അത് കേവലമായ ഏകരസസ്വരൂപമാണ്. ശ്രദ്ധ അതിൽ തിരിഞ്ഞു കഴിയുമ്പോൾ സച്ചിത് സുഖം പരമഹംസ ഗതിം തുരീയം യത് സ്വപ്നജാഗര സുഷുപ്തിം അവൈതി നിത്യം തദ് ബ്രഹ്മ. അത് തന്നെ ബ്രഹ്മം. അപ്പൊ ഈ പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നത് എന്തോ ഒരു ജന്മത്തിൽ കിട്ടിയ സിദ്ധി, തപസ്, അതിന്റെ പരിഭാഗം കൊണ്ടാണ് ഇരിക്കണത് ഇങ്ങനെ. കാരണം അത് മനസ്സിലാവണ കാര്യമല്ല, മനസ്സുകൊണ്ട് പിടിക്കുന്ന കാര്യമല്ല. എന്നിട്ട് നിങ്ങൾ ഇരിക്കണമെന്ന് വെച്ചാൽ നിങ്ങളെ അറിയാതെ നിങ്ങൾ അതിനെ അനുഭവിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ. അതുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ഇരുപ്പിന് ഒരു പ്രാധാന്യം കൊടുക്കാം. തദ്ബ്രഹ്മ നിഷ്കലമഹം. അത് തന്നെയാണ് അഹമഹം എന്ന അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്നത്. നചഭൂതസംഘ, അത് ഈ കോൺഗ്ലോമറേഷൻ ഓഫ് മെറ്റീരിയൽ തിങ്സ് അല്ല. എന്നുവെച്ചാൽ ഈ ശരീര, മനസ്സ്, പ്രാണൻ, പഞ്ചഭൂതങ്ങളുടെ ശരീരമൊന്നുമല്ല. ഭൂതസംഘ, ഈ പഞ്ചഭൂതമയമായ ശരീരമോ പ്രാണമനസ്സൊന്നുമല്ല. ആ ആത്മവസ്തു അത് ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം. ബ്രഹ്മം ഹൃദയത്തിൽ അഹം അഹം എന്ന് അനുഭവപ്പെടുന്നുണ്ട്. അത് നിത്യപ്രകാശമാണ്. അതിനെ അനുസന്ധാനം ചെയ്യണം. രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്താൽ ആ ദിവസം മുഴുവനും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും വ്യവഹരിക്കുമ്പോഴും വർത്തമാനം പറയുമ്പോഴും ഒക്കെ തന്നെ അടിത്തട്ടില് ഈ ഒരു ചിത് പ്രകാശം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. രാവിലെ കുറച്ചു നേരം അനുസന്ധാനം ചെയ്താൽ ദിവസം മുഴുവൻ ഒരു അണ്ടർ കറന്റ് ഉണ്ടാവും. ഒത്തിരി വീക്കാവും. അതുകൊണ്ട് വൈകുന്നേരം ആവുമ്പോൾ വീണ്ടും അനുസന്ധാനം ചെയ്യാം. അപ്പോ രാത്രി ഉറക്കം ഒരു ശാന്തിയായിരിക്കും. നേരം വെളിച്ചാവുമ്പോൾ അതോട് ഓർമ്മിച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റ് അനുസന്ധാനം ചെയ്യാം. അനുസ്യൂത് അങ്ങനെ പഴകി 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 പ്രാക്ടീസ് ചെയ്ത് അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. പതുക്കെ പതുക്കെ നമുക്ക് കുറേയൊക്കെ അതിൽ ആനന്ദം ഉണ്ടാവും. അങ്ങനെ നമ്മളുടെ മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ദൗർബല്യം കൊണ്ട് നമുക്ക് നിത്യനിരന്തര അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിലും ഭയപ്പെടുകയൊന്നും വേണ്ട. ഒരു പ്രാവശ്യം പ്രകാശിച്ചാൽ അത് സ്വയമേവ അഭിവൃദ്ധിപ്പെട്ടുകൊള്ളും. അവസാനം മരണസമയത്ത് നിശ്ചയമായിട്ട് അത് തന്നെ ഓവർ പവർ ചെയ്ത് മുമ്പിൽ വന്ന്
നമ്മൾക്ക് വഴി കാണിച്ച് പ്രകാശിപ്പിച്ചുകൊള്ളും. അതുകൊണ്ട് ഒരിക്കലും നഷ്ടാവില്ല എന്നാണ്. ഈ വിദ്യയിൽ പ്രത്യവായ ദോഷമില്ല, നഷ്ടാവില്ല. ഇത് തുടർന്ന് നാളെ രാവിലെ കാണാം. യഥോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാതവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.